ഹായ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പ് കൂടിയായിരിക്കും. എന്തായാലും ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോസായിട്ട് ഇനി ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് കേട്ടോ ആപ്പ്. ഫ്രീ ആപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഫസ്റ്റായിട്ട് ഇത് റെഫർ ചെയ്തത്, ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇതിൽ കാണുന്ന പോലെ നമുക്കൊരു ഷോപ്പിംഗ് ഇൻ്റർഫേസ് പോലെയാണ് കേട്ടോ ഇതിനകത്ത് കാണാൻ പറ്റുക. മെയിനായിട്ട് ഇതിനകത്ത് ഷോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സെല്ല് ചെയ്യാം. അതായത് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും അതുപോലെ അൺയൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കൂടെ സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. വുമൺസിന്, മെൻസിന്, ബേബീസ്, കിഡ്സ്, ബ്യൂട്ടി കെയർ, ബാഗ്സ്, ബുക്സ്, ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, ഗാഡ്ജറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം, അതുപോലെ തന്നെ സെല്ല് ചെയ്യാം. എന്തുകൊണ്ടും സെല്ല് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സാധനം വിൽക്കുമ്പോൾ അത് യൂസ്ഡ് ആയിക്കോട്ടെ അൺയൂസ്ഡ് ആയിക്കോട്ടെ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് അവർക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളാണെങ്കിൽ അത് അവർ വാങ്ങിക്കുമ്പം നമുക്കത് ഒരു ഉപകാരമാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു സാധനം ഒഴിപ്പിക്കും, നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഒഴിപ്പിക്കുന്നത് പോലെ കൂടെയാണ് അല്ലേ. അപ്പോൾ അതൊരു ഡാമേജ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സാധനം കൂടിയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതാണ് എൻ്റെ പ്രൊഫൈൽ വരുന്നത്. ഈ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ക്യാഷ് ബാലൻസ്, അതുപോലെ തന്നെ ഫ്രീ അപ്പ് കോയിൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുമല്ലേ. അപ്പോൾ ഇതിൻ്റെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ക്യാഷ് വന്ന് കിടക്കുന്നത്, അതായത് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ പൈസ കിടക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഞാൻ ഗൂഗിൾ പേ വഴി നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനോട് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒന്നും കാണാത്തത്. അതുപോലെ തന്നെ ഫ്രീ അപ്പ് കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ സാധനങ്ങൾ കോയിൻസിന് വിൽക്കുമ്പോഴും കിട്ടുന്ന കോയിൻസാണ് അവിടെ കാണിക്കുന്നത്. ആ കോയിൻസ് കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കോയിൻസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കോയിൻസ് സെല്ല് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിൽ നമ്മുടെ പ്രൊഫൈലിൽ പോകുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് സെല്ല് ചെയ്യേണ്ടതെന്ന്. സാധാ ഒരു ഡ്രസ്സ്, നമ്മളിപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ബുക്കോ ആണെങ്കിൽ നമ്മൾ സാധാ പൊതിയുന്ന പോലെ നല്ല വൃത്തിക്ക് പൊതിഞ്ഞ് നമുക്കിതിനകത്ത് ഷിപ്പിംഗ് ലാബിൾസ് അവൈലബിൾ ആണ്. ഷിപ്പിംഗ് ലാബിൾസ് പ്രിൻറ്റ് ചെയ്യുകയോ സ്വയം പ്രിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുത്തിക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓർഡർ ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഓർഡർ ഐ ഡിയും അവരുടെ അഡ്രസ്സും നമ്മൾ ആ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി ആ ഒരു പൊതിയുടെ മേലെ നമ്മൾ പാക്ക് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസും അല്ലാതെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഞാൻ സെല്ല് ചെയ്തതാണ് കേട്ടോ. ഈ സോൾഡ് കാണിക്കുന്നതൊക്കെ ഞാൻ സെല്ല് ചെയ്തതാണ് ബുക്ക്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു 3 ആദ്യത്തെ 3 പേയ്മെൻറ്റ് എന്ന് പറയുന്നത് കോയിൻസിന് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത്ര കോയിൻസിന് ഇന്ന ബുക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ. ഇത് 3 സെല്ലായാൽ മാത്രമാണ് അടുത്തത് തൊട്ട് നമുക്ക് ക്യാഷിന് കൂടെ ഇടാം. ക്യാഷിനും അതുപോലെ തന്നെ കോയിൻസിനും നമുക്ക് ഇടാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, 300 രൂപയ്ക്ക് 99, 100, 720 ഇതൊക്കെ ഞാൻ സെല്ല് ചെയ്ത് എനിക്ക് ക്യാഷ് കിട്ടിയതാണ്. അതുപോലെ ഇതിനകത്ത് ഇവിടെ വ്യൂസ് കാണാൻ പറ്റും. കുറച്ച് പേര് ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് അവർ ചിലപ്പോൾ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ അവർക്കൊരു ഓഫർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇത്ര ബുക്ക് ഇന്നെത്ര രൂപയ്ക്ക് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഇതിനകത്ത് കമൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിത് സെല്ല് ചെയ്തൊരു ബുക്കാണ്. അപ്പോൾ ഇത് ഞാൻ സെല്ല് ചെയ്തത് ഫസ്റ്റ് ടൈം സെല്ല് ചെയ്തുകൊണ്ടായതുകൊണ്ട് തന്നെ 600 കോയിൻസിനാണ് ഞാനിത് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചു കൊടുത്തു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ കണ്ടീഷൻ ഗുഡ് കൊടുക്കാൻ കാരണം ഞാനിത് കുറച്ച് വട്ടം യൂസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഗുഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. ഇല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം പ്രൈസ് ടാഗും ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ വിത്ത് ടാഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഗുഡിൻ്റെ സ്ഥാനത്ത് ന്യൂ വിത്ത് ടാഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇല്ല ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിൽ ഒരു വട്ടം നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ലൈക്ക് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്കത് കയറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതിനകത്ത് അവർ കമൻറ്റ് ചെയ്യും, ഇതുപോലത്തെ സെയിം ബുക്കുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച് കുറേ കമൻറ്റ്സ് വരും. അതിനൊക്കെ റിപ്ലൈ കൊടുക്കുക. ആൻഡ് ഇപ്പോൾ ആരെങ്കിലും ബൈ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഈ ഒരു സാധനം വാങ്ങി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻബോക്സിൽ നമുക്ക്
സാധനങ്ങൾ, അതായത് ആരാണ് വാങ്ങിയത് എന്നുള്ള ഇതൊക്കെ വരും. ഇപ്പോൾ എൻ്റെ ആ മെസ്സേജുകളൊക്കെ ഡിലീറ്റായി പോയിട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു പ്രൂഫ് കാണിച്ചു തരാം. ഞാൻ സോൾഡ് ചെയ്തത് 7 സാധനങ്ങളാണ് ഞാൻ സോൾഡ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ബുക്ക് ഞാൻ സോൾവ് ചെയ്തു. അത് ഡെലിവേർഡ് 23-ലും 24-ലൊക്കെയാണ് കേട്ടോ. ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. എനിക്ക് ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക്, സ്റ്റുഡൻസിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യങ്ങൾ കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വിഷ് ലിസ്റ്റിൽ ഇട്ട് വയ്ക്കാം, അതായത് ലൈക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പം മറ്റുള്ളവർ നമ്മുടെ ലൈക്ക് ചെയ്തിരിക്കുന്ന പോലെ ലൈക്ക് ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ പെട്ടെന്ന് സോൾവ് ആയി പോകട്ടെ. അപ്പോൾ നോക്കി, ഡോട്ട് ആൻഡ് കീയുടെ, അതുപോലെ SPF 550യുടെ സൺസ്ക്രീന്, കാര്യങ്ങൾ ഒക്കെ നല്ല സാധനങ്ങൾ, ലൈക്ക് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ന്യൂ വിത്ത് ടാഗ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകട്ടോ. കാണുന്നവർ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോയിൻസ്, ഇപ്പോൾ ഇതാണ് കോയിൻ സെക്ഷൻ. ഇപ്പോൾ കോയിൻസ് എടുത്തെന്ന് പറഞ്ഞാൽ ഈ കോയിൻസ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ കോയിൻസ് കൊണ്ട് മറ്റുള്ളവർ പോസ്റ്റ് ചെയ്ത സാധനങ്ങൾ കോയിൻസിന് വാങ്ങിക്കാം. ഇതിപ്പോൾ 200 കോയിൻസ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മുന്നേ സെല്ല് ചെയ്തതാണ് കേട്ടോ. ഈ കാണുന്ന സോൾഡ് 365 കോയിൻസ്, 304 കോയിൻസ് എന്നൊക്കെ കാണുന്നത് ഞാനിപ്പോൾ ആ ഒരു കോയിൻ്റെ വാല്യൂ ആണ് ആ ടൈമിലത്തെ. ഇതിപ്പോൾ നോക്കൂ, 200 കോയിൻസ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 46 ആണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ 46 റുപ്പീസ് കിട്ടും. നിങ്ങൾക്ക് എത്ര കുറയ്ക്കണോ അല്ലെങ്കിൽ എത്ര കൂട്ടണോ അതിനനുസരിച്ച് കണ്ട് വാല്യൂ കൂടും. ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് വരുന്നത്. സെയിം ഇതുപോലെ തന്നെ നമുക്കും കോയിൻസ് വാങ്ങാം. ഓക്കെ, പിന്നെ അതുപോലെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കുമ്പോഴും ആൻഡ് റെഫറൽ കോഡ് വെച്ച് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 300 കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോഡ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ആദ്യം വന്ന് പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോയിൻസ് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് അന്ന് എനിക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം അതുപോലെ നമുക്ക് ഇതിനകത്ത് ടിക്കറ്റുകൾ, എന്താ പറയുക, കൂപ്പൺസ് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അത് കണ്ടോ, ഇതങ്ങനെ ഫ്രോഡ് ആപ്പ് അങ്ങനെയൊന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെരിഫൈഡ് ആയിട്ടുള്ളൊരു ആപ്പ് കൂടിയാണ്. പിന്നെ എന്താ പറയുക, പറ്റിക്കപ്പെടാൻ ചാൻസുകൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് അതായത് അവർ കാണിച്ച പോലെ എല്ലാ സാധനങ്ങളെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം കേട്ടോ. ഇതിനകത്ത് അവർ എത്ര രൂപയ്ക്കാണ് ഇട്ടുകൊണ്ട് 299 രൂപയ്ക്ക് സ്റ്റൈലിഷ് പർപ്പിൾ ബ്ലൗസ്, ഈ ഒരു ബ്ലൗസ് അവർ ഇട്ടിരിക്കുന്നത് 200 റുപ്പീസിനാണ്. 299 റുപ്പീസിനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ലൈക്ക് ന്യൂ ആണ്. ലൈക്ക് ന്യൂ എന്ന് പറയുമ്പോൾ അവർ ഒറ്റ തവണ എങ്ങാനും ഇട്ടതായിരിക്കും. അപ്പോൾ നല്ല നല്ല പ്രൊഡക്ട്സുകളും അതുപോലെ കുറച്ച് ചുക്കി ചുളിഞ്ഞ സാധനങ്ങൾ, അതായത് അവർ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വാങ്ങിക്കാം. അതുപോലെ തന്നെ നമുക്ക് സെല്ലും ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം ഇതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് സെല്ല് ചെയ്യാനായിട്ടും പറ്റും. ഈ ഒരു ഫ്രണ്ട് ഇൻ്റർഫേസിൽ തന്നെ ബ്രാൻഡ് വൈസ് നമുക്ക് സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയുണ്ട്. അതുപോലെ നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ അഡിദാസിൻ്റെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ അതിൻ്റെ സാധനങ്ങൾ മാത്രം വരും. നമുക്കത് വാങ്ങിക്കാം. അതുപോലെ നമ്മൾ സെല്ല് ചെയ്യുമ്പോഴും ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പം നമുക്ക് എന്ത് ബ്രാൻഡാണോ അത് കൊടുക്കാം. ഓക്കെ, അപ്പം നല്ല രീതിക്കുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അധികം കീറാത്ത അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സോൾഡ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മെൻസിനുള്ളതുണ്ട്, ബ്യൂട്ടി പ്രൊഡക്ട്സുകളുണ്ട്. ഇപ്പോൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയോ, ലിപ്സ്റ്റിക്ക് സാധനങ്ങൾ ഉണ്ടോ, ഷെയ്ഡ് അനുസരിച്ചിട്ട് എല്ലാം അങ്ങനെയുള്ള രീതിയിലായിരിക്കും പോസ്റ്റ്. ഇപ്പോൾ നോക്കൂ, കോയിൻസിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് കോയിൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോയിൻസ് യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം മേടിച്ചുകൊണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, ബൈ നോ ഓപ്ഷൻ കൊടുക്കുക. സാധാരണ നമ്മൾ സാധനം മേടിക്കുന്ന പോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആൾക്കാരെ ഫോളോ ചെയ്യാനും നമ്മളിനെ ആൾക്കാർ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ നമ്മളെ ആൾക്കാർ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ നമുക്കും ഫോളോ ചെയ്യാം. പിന്നെ ഇതാണ് എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാം ഞാൻ സോൾവ് ചെയ്ത കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ സോൾവ് ചെയ്തതാണ്, ഞാൻ കൊടുത്തതാണ്. എനിക്ക് ആവശ്യമില്ലാത്ത ബുക്കൊന്നും തോന്നിയത് ഞാൻ കൊടുത്തതാണ്. ആൻഡ് എനിക്കതിന് റിവ്യൂസ് കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിവ്യൂസ് ഇത് പെടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ
നല്ല കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് കമൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ 5 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ സ്റ്റോപ്പ് ആക്കിയതാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രൊഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഉപകാരമുണ്ട്. വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഒക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പായിരിക്കും, പക്ഷേ എനിക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു ചെയ്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. കുറച്ചൊക്കെ ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാ തരത്തിലുള്ള വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.